കവടിയാർ കൊട്ടാരത്തിലെ മോഷണത്തിൽ കൊട്ടാരത്തിൽ പോലീസ് പരിശോധന നടത്തുന്നു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. 2 കോടി രൂപയുടെ സ്വർണ്ണമാണ് കൊട്ടാരത്തിൽ നിന്നും മോഷണം പോയത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, വലിയ മോഷണമായിരുന്നു നടന്നിരുന്നത്. ഇപ്പോൾ ഒരു പ്രാഥമിക പരിശോധനയിൽ ആരാണ് ഇതിന് പുറകിൽ, ഏതെങ്കിലും സംഘമാണോ പുറകിൽ എന്നതിനെ കുറിച്ച് വലിയ സൂചന കിട്ടിയിട്ടുണ്ടോ? അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് ഇതുവരെയും പോലീസിൽ എത്താൻ സാധിച്ചിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കൊട്ടാരത്തിലുള്ള ആളുകൾ ഈ മോഷണം നടന്നതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഗൗരി ലക്ഷ്മിഭായിയുടെ കിടപ്പ് മുറിയിലെ അലമാരയിൽ നിന്നാണ് ഈ സ്വർണ്ണ മോഷണം പോകുന്നത്. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിലുള്ളൊരു പരാതി പോലും പോലീസിന് കൈമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇത്തരത്തിലൊരു മോഷണം നടക്കുന്ന സമയത്ത് പ്രധാനമായും ഈ പോലീസിന് ആദ്യത്തെ തെളിവ് എന്ന നിലയിൽ ഇവിടെ എത്തി അവിടുത്തെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ പരിശോധിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഇത്രയും നാളുകൾ കഴിഞ്ഞു പോയതുകൊണ്ട് ഇനി ആ ഫിംഗർ പ്രിൻ്റ് പരിശോധനയിലൂടെയൊക്കെ ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എങ്കിലും പോലീസ് ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. ഈ സമയത്ത് ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്നൊരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ പോലീസിന് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പേരൂർക്കട പോലീസ് ഇവിടെ എത്തി പ്രാഥമികമായ പരിശോധനകൾ നടത്തിയിരുന്നു. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തികിന്റെ നേതൃത്വത്തിൽ വീണ്ടും സംഘം എത്തിയത്. അദ്ദേഹം അന്വേഷണം തുടരുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏത് വ്യക്തിയാണ്, ആരാണ് ഇതിന് പിന്നിലുള്ളതെന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു സ്ഥിരീകരണമോ വിവരത്തോ അത്തരത്തിലൊരു കണ്ടെത്തലുകളിലേക്ക് ഈ ഘട്ടത്തിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരു പ്രത്യേക സംഘമോ അതെങ്കിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള നടന്നേക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അത്ര ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് കെ കാർത്തിക് വ്യക്തമാക്കുകയും ചെയ്യുന്നത്.